പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 5-ാം വാക്യം മുതൽ. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു. ആളുകൾ അത് ചവിട്ടിക്കളയുകയും പക്ഷികൾ വന്ന് തിന്നുകയും ചെയ്തു. ചിലത് പാറമേൽ വീണു. അത് മുളച്ച് വളർന്നെങ്കിലും നനവില്ലാതിരുന്നതുകൊണ്ട് ഉണങ്ങിപ്പോയി. ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. ചിലത് നല്ല നിലത്ത് വീണു. അത് വളർന്ന് 100 മേനി ഫലം പുറപ്പെടുവിച്ചു. തുടർന്ന് അവൻ സ്വരമുയർത്തി പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഉപമ ഇതാണ്. വിത്ത് ദൈവവചനമാണ്. ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്ത് കളയുന്നു. ഇവരാണ് വഴിയരികിൽ വീണ വിത്ത്. പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു. എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണ് പോകുന്നു. മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ്. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. അപ്പോൾ ഈ വചനത്തിൻ്റെ ഉള്ളിൽ തന്നെ വചനം കേട്ട് വചനാധിഷ്ഠിതമായി ഫലം പുറപ്പെടുവിക്കണമെങ്കിലുള്ള 2 കാര്യങ്ങൾ വളരെ വ്യക്തമായി കർത്താവ് ഈ ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച്. ഉത്കൃഷ്ടമായ ഒരു ഹൃദയം, നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു ഹൃദയം. അതുപോലെ തന്നെ നിർമ്മലവുമായ ഹൃദയം, പാപം കഴുകിക്കളഞ്ഞ് വൃത്തിയുള്ള, അനുതപിച്ച, ഉരുകിയ, മനസ്തപിച്ച, കുമ്പസാരിച്ച് പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ, പരമാവധി പാപം ചെയ്യാതെ ജീവിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഹൃദയം, ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്ന, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, അവൻ്റെ വചനങ്ങളെ ആത്മാർത്ഥമായി ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, അതാണ് ശരി എന്ന് മനസ്സിലാക്കിയ അങ്ങനെയുള്ളവർ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. വീണ്ടും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13:31. വേറൊരു ഉപമ അവൻ അവരോട് പറഞ്ഞു. സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സദൃശം.
അത് എല്ലാ വിത്തിനേക്കാൾ ചെറുതാണ്. എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളേക്കാൾ വലുതായി ആകാശപ്പറവകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്കവിധം മരമായി തീരുന്നു. അപ്പോൾ ഈ മൊത്തം ബൈബിൾ നമ്മൾ സംഗ്രഹിക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. ആ വിശുദ്ധ ലിഖിതങ്ങളിലെ ഏതെങ്കിലും ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ വേരുപിടിച്ചാൽ അത് നമ്മളെ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നവരാക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കർത്താവ് പറഞ്ഞത്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്. നിങ്ങൾ എന്നോട് ചേർന്ന് നിന്നാൽ ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഒരു നിർമ്മലമായ ഉത്കൃഷ്ടമായ ഒരു ഹൃദയം ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ആദ്യമൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നിലമൊക്കെ ഉഴുത് മറിക്കണം. അനുതാപത്താൽ പശ്ചാത്തപിച്ച് നെഞ്ചുരുകി കരഞ്ഞ് പാപിനിയായ സ്ത്രീയെപ്പോലെ കർത്താവിൻ്റെ കാൽക്കൽ നമ്മുടെ ജീവിതത്തെ അർപ്പിച്ച് മാപ്പപേക്ഷിച്ച് ആത്മാർത്ഥമായി നല്ല കുമ്പസാരമൊക്കെ നടത്തി, ഒരിക്കലല്ല അടിക്കടി കിട്ടുന്ന അവസരങ്ങളിലെല്ലാം മാർപ്പാപ്പ പോലും എല്ലാ 15 ദിവസത്തിലും കുമ്പസാരിക്കും. എന്തിനാണ്? ഈ കളകളെ, മനസ്സിലെ കളകളെ പറിച്ച് നീക്കുവാൻ. കളകൾ, മുള്ളുകൾ, അതൊരു നിരന്തരമായ പ്രക്രിയയാണ്. അപ്രകാരം നമ്മൾ വിശ്വാസത്തിൽ വളർന്നു കഴിയുമ്പോൾ നമ്മളൊരു സ്റ്റേജിലെത്തും. അതായത് നമ്മൾ വിശുദ്ധിയാൽ നിറയും, പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇത് ഒരു പ്രോസസ്സാണ്. എത്ര മിടുക്കരാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഹൃദയമാകുന്ന വയലിന് നിരന്തരമായ പരിചരണവും വേലികെട്ടും ആവശ്യമാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വീണ് വേരുപിടിച്ച് അത് വലിയ വൃക്ഷങ്ങളായി മാറുകയും മനുഷ്യർക്ക് ചേക്കേറുവാൻ തക്ക വിധത്തിൽ തണലേകുന്ന വൻ വൃക്ഷങ്ങളായി കർത്താവിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളെ ഉയർത്തും. തക്ക സമയത്ത് നമ്മളറിയാതെ തന്നെ അവൻ നമ്മളെ ഉയർത്തും. ഈ ഒരു വിവേകത്തിലേക്ക്, ഈ ഒരു ക്രിസ്തു സ്നേഹത്തിലേക്ക്, ഈ ഒരു വചന സ്നേഹത്തിലേക്ക്, ഈ ഒരു വചനാധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. നമുക്ക് തീക്ഷ്ണമായി ആഗ്രഹിക്കാം, കർത്താവെ, ഞങ്ങളെ കൂടുതൽ നിർമ്മല ഹൃദയരാക്കണമേ. ഉത്കൃഷ്ടമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. സാത്താൻ്റെ എല്ലാവിധ കുടില തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഈ ലോകത്തിൻ്റെ തിന്മകൾക്ക് പുറകെ പായാതിരിക്കുവാനുള്ള വിവേകവും ശക്തിയും അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ വചനം ഞങ്ങളിൽ വേരൂന്നട്ടെ. ഞങ്ങൾ അങ്ങയുടെ വചനാധിഷ്ഠിതമായി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.